സോളാർ കമ്മീഷന് മുന്നിൽ സരിത നടത്തിയ വെളിപ്പെടുത്തലോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരള ജനത്തിന് മുന്നിൽ നഗ്നനാക്കപ്പെട്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. വി.എം. സുധീരൻ നടത്തുന്ന ഉമ്മൻചാണ്ടി രക്ഷായാത്ര ഉടനടി അവസാനിപ്പിക്കണമെന്നും വി.എസ്. ആവശ്യപ്പെട്ടു. അതേസമയം സരിതയെ മൊഴിമാറ്റാൻ നിർബന്ധിച്ച തമ്പാനൂർ രവിയെ ഉടനടി അറസ്റ്റ് ചെയ്യണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സരിതയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ പുറത്താക്കാൻ ഗവർണർ ഇടപെടണമെന്നാവശ്യപ്പെട്ട വി.എസ്. അച്യുതാനന്ദൻ അടുത്ത മാസം 5-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിന് വേണ്ടി നയപ്രഖ്യാപനം നടത്താൻ ഗവർണർ തയ്യാറാകരുതെന്നും ആവശ്യപ്പെട്ടു. ഈ സർക്കാർ അധികാരത്തിൽ തുടരുന്നത് കേരള ജനതയ്ക്കാകെ അപമാനമാണെന്നും മലയാളികളുടെ ഈ ഗതികേടിൽ താനും ദുഃഖിക്കുന്നതായി വി.എസ്. പറഞ്ഞു. സരിതയുടെ വെളിപ്പെടുത്തലോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരള ജനതയുടെ മുന്നിൽ നഗ്നനായിരിക്കുകയാണ്. ജനരക്ഷായാത്ര എന്ന് പേര് നൽകി വി.എം. സുധീരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി രക്ഷായാത്ര ഉടൻ അവസാനിപ്പിക്കണം. ആത്മാഭിമാനമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് തന്നെ രാജിവെക്കണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സരിതയെ മൊഴിമാറ്റാൻ നിർബന്ധിച്ച് തമ്പാനൂർ രവിയെ ഉടനടി അറസ്റ്റ് ചെയ്യണമെന്നും കോടിയേരി പറഞ്ഞു. ഒരാളെ കോടതിയിൽ പോകുന്നൊരു സാക്ഷിയെ സ്വാധീനിച്ചത് ക്രിമിനൽ നടപടി നിയമമനുസരിച്ച് കുറ്റകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ പേരിൽ തമ്പാനൂർ രവിക്കെതിരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് നിയമപരമായ നടപടിക്ക് KPCC സെക്രട്ടറി തമ്പാനൂർ രവിയെ വിധേയമാക്കണം. സർക്കാർ സരിതയെ വഴിവിട്ട് സഹായിച്ചതിന്റെ തെളിവാണ് തമ്പാനൂർ രവിയുടെ ടെലിഫോൺ സംഭാഷണമെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി അറിഞ്ഞുകൊണ്ടാണ് തമ്പാനൂർ രവി സമ്മർദ്ദം ചെലുത്തിയതെന്നും പിണറായി ആരോപിച്ചു. ഒരു നിമിഷം ഇനി ഉമ്മൻചാണ്ടിക്ക് ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കാൻ അർഹതയില്ല. നിങ്ങളെ നാട്ടുകാരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു ഉമ്മൻചാണ്ടി. റിപ്പോർട്ടർ തിരുവനന്തപുരം.